നിലമ്പൂർ എം.എൽ.എ. പി.വി. അൻവറിൻ്റെ വെല്ലുവിളിക്ക് മുഖ്യമന്ത്രി അതേ നാണയത്തിൽ തിരിച്ചടി നൽകും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരിച്ചടി വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മറുപടി അടുത്ത ദിവസം പ്രതീക്ഷിക്കാം. പുള്ളിക്കാരൻ രാജ്യഭരണ വ്യഗ്രനായി ന്യൂഡൽഹിയിലാണ്. സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാഷും ഡൽഹിയിൽ തന്നെയുണ്ട്. അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷം വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി പാർട്ടി നിലപാട് വ്യക്തമാക്കി. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം അഭിപ്രായമല്ല, പാർട്ടിയുടെ അഭിപ്രായമാണ്. അത് പി.വി. അൻവർ പാർട്ടിയെ വഞ്ചിച്ചു, ഇടതുമുന്നണിയെ വഞ്ചിച്ചു. ഇടതുപക്ഷ സർക്കാരിൻ്റെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. പാർട്ടി ശത്രുക്കളുടെ പിടിയിൽ അദ്ദേഹം പെട്ടുപോയി. സത്യത്തിൽ ഈ പി.വി. അൻവർ വളരെ നല്ല മനുഷ്യനായിരുന്നു, ഗോവിന്ദൻ മാഷ് പറഞ്ഞതനുസരിച്ചാണ്. പക്ഷേ ചില രക്തരക്ഷസുകൾ, ചില തൽപര കക്ഷികൾ, സാമ്രാജ്യത്വ ശക്തികളുടെ അച്ചാരം വാങ്ങിയ ചില ഒറ്റുകാർ ഈ പാവപ്പെട്ട മനുഷ്യനെ വഴിതെറ്റിച്ചു. കഴിഞ്ഞ ആഴ്ച വരെ പി.വി. അൻവർ ഒരു വലിയ സ്വാതന്ത്ര്യ സമര സേനാനിയും വലിയ ഒരു ഫാസിസ്റ്റ് വിരുദ്ധ പോരാളിയുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ അല്ല. ഇപ്പോൾ അദ്ദേഹത്തിന് വഴിതെറ്റിയിരിക്കുന്നു. അദ്ദേഹം മാർക്സിസം ലെനിനിസത്തിൻ്റെ പാതയിൽ നിന്ന് വ്യതിചലിച്ചു. ഇത് സൈദ്ധാന്തികമായ പല വിശകലനങ്ങൾക്കും വഴിവെക്കുന്നതാണ്. തൽക്കാലം മാഷ് അതിന് ഉരുപ്പെട്ടിട്ടില്ല. മാഷിൻ്റെ സാധാരണ ശൈലിയിൽ ഇങ്ങനെയല്ല ഈ പ്രശ്നത്തെ സമീപിക്കേണ്ടത്. ഏതായാലും മുഖ്യമന്ത്രി വളരെ രൂക്ഷമായ ഭാഷയിൽ രാവിലെ തന്നെ പറഞ്ഞു, അൻവറിന് മറുപടി ഉണ്ട്, മറുപടി പറയാൻ സമയമാകുമ്പോൾ തീർച്ചയായിട്ടും പറയും, നിങ്ങൾക്ക് ചോദിക്കാനും ഒരുപാടുണ്ടാവും, എനിക്ക് പറയാനും ഒരുപാടുണ്ട്, നമുക്ക് പിന്നെ കാണാം എന്ന് പറഞ്ഞു പോയി. ഏതായാലും അൻവറിൻ്റെ ആരോപണങ്ങളെ മുഖ്യൻ തള്ളിയിരിക്കുകയാണ്. അൻവറാണെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്താനായിട്ട് മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുകയാണ്. സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം, കുറഞ്ഞത് റിട്ടയർഡ് ജഡ്ജിയെങ്കിലും വേണം. ജഡ്ജി ആരായാലും പുള്ളിക്ക് വിരോധമില്ല, പുള്ളിക്ക് നീതിപീഠത്തിൽ വലിയ വിശ്വാസമുണ്ട്. അതുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണത്തിന് കാത്തിരിക്കുകയാണ് എന്ന് കരുതി ആരോപണങ്ങളൊന്നും പിൻവലിക്കാൻ തയ്യാറില്ല. ആരോപണങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഈ സമയത്ത് ഇതുവരെ നിശബ്ദരായിരുന്ന ബുദ്ധിജീവികൾ, പാർട്ടിയുടെ സമുന്നത നേതാക്കളെല്ലാവരും മൂട്ടിലെ പൊടിയും തട്ടി രംഗത്ത് വന്നിട്ടുണ്ട്. തോമസ് ഐസക്, എ.കെ. ബാലൻ, ശ്രീമതി ടീച്ചർ, ജി. സുധാകരൻ എല്ലാവരും തന്നെ പാർട്ടിയിലുള്ള വിശ്വാസം ആവർത്തിച്ച് പ്രഖ്യാപിച്ചു. എന്ന് മാത്രമല്ല, ഇതുവരെ അൻവറിനോട് ചെറിയ ഒരു സോഫ്റ്റ് കോർണർ കാണിച്ചിരുന്ന ആളുകൾ പോലും പാർട്ടിയാണ് വലുത്, പാർട്ടിയാണ് പ്രധാനം, പാർട്ടിയില്ലാതെ ലോകമില്ല എന്ന രീതിയിൽ പാർട്ടിയെ ശരണമയ്യപ്പ എന്ന ശരണം വിളിയുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഞാൻ അവരൊന്നും പേര് പറയുന്നില്ല. ഈ മാർക്സിസ്റ്റ് പാർട്ടിയെ കൊണ്ട് ഉപജീവനം കഴിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അവരാരും തന്നെ പരസ്യമായി പി.വി. അൻവറിന് പിന്തുണ പ്രഖ്യാപിക്കുന്നില്ല. അതേസമയത്ത് സൈബർ ഗുണ്ടകളിൽ അങ്ങനെയല്ല. സൈബർ ഗുണ്ടകളിൽ ചെറുതല്ലാത്തൊരു ഭാഗം അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അൻവറിനെ ഒരു വലിയ ഫാസിസ്റ്റ് വിരുദ്ധ പോരാളിയായിട്ടും കേരള പോലീസിനെ ഈ സംഘപരിവാറിൻ്റെ കരാളഹസ്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു പുണ്യപുരുഷനായിട്ടും, വേറെ വിധത്തിൽ പറഞ്ഞാൽ ഒരു വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ പോലെയോ, അല്ലെങ്കിൽ ടിപ്പു സുൽത്താനെ പോലെയോ, അതുമല്ലെങ്കിൽ അഹമ്മദ് ഷാ അബ്ദാലി, നാദിർ ഷാ എന്നൊക്കെ പറഞ്ഞ പഴയ കാലത്തെ പടയോട്ടക്കാരെ പോലെയോ ഒരാളായിട്ട് കണക്കാക്കുന്നു. അവരുടെ പോലെ അവതാര പുരുഷനാണ് അൻവർ എന്ന് വിചാരിക്കും. അങ്ങനെ ഒരു തലത്തിലേക്ക് അൻവറിനെ ഉയർത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അവർ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. അൻവർ ഇല്ലായിരുന്നെങ്കിൽ കേരളം സംഘപരിവാർ വിഴുങ്ങുമായിരുന്നു എന്ന് അവർ പ്രചരിപ്പിക്കും. അങ്ങനെയൊക്കെ പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ട്. അൻവറിനെ ഇനി മഹാത്മാഗാന്ധിയോടോ അല്ലെങ്കിൽ വ്ളാഡിമിർ ലെനിനോടോ അതുമല്ലെങ്കിൽ വിൻസ്റ്റൺ ചർച്ചിലിനോടോ എബ്രഹാം ലിങ്കണോടോ വേണമെങ്കിൽ ഉപമിക്കാനും കുഴപ്പമൊന്നുമില്ല. ഈ ഉപമ ഉൽപ്രേക്ഷ മുതലായ അലങ്കാരങ്ങളൊക്കെ പണ്ടോട്ടേ മലയാളത്തിലുള്ളതാണ്. പി.വി. അൻവർ എബ്രഹാം ലിങ്കണ് തുല്യനാണ് എന്ന് നാളെ ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ മാർഗമുള്ളൂ. എബ്രഹാം ലിങ്കൻ്റെ പേരക്കുട്ടികൾ ആരെങ്കിലും വന്ന് അൻവറിനെതിരെ മാനനഷ്ട കേസ് കൊടുക്കണം. അതിന് താൽക്കാലം നിവൃത്തിയില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ അൻവറിനെ സ്തുതിക്കുന്ന ഒരു വലിയ സംഘം ഇപ്പോൾ ഈ സൈബർ ലോകത്തുണ്ട്. ഇപ്പോൾ ഈ വീഡിയോയുടെ അടിയിലും വന്നിട്ട് അൻവറിൻ്റെ ആരാധകർ എന്നെ തെറി വിളിക്കും. കാരണം എനിക്ക് അൻവറിനോട് ആ രീതിയിൽ വലിയ ബഹുമാനമില്ല. അൻവറിനെ പി.വി. അൻവറായിട്ട് അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ അദ്ദേഹത്തെ മഹാത്മാഗാന്ധിയോടോ എബ്രഹാം ലിങ്കണോടോ അല്ലെങ്കിൽ ടോൾസ്റ്റോയോടോ തുർഗനേവിനോടൊന്നും താരതമ്യം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അത്രേ ഉള്ളൂ. അങ്ങനെ അൻവർ ഒരു ഭാഗത്ത് സ്തുതിക്കപ്പെടുമ്പോൾ മൗനം കൊണ്ട് മുദ്രിതമായ ചുണ്ടുകളുമായിരിക്കുന്ന ഒരാളുണ്ട്. തീരെ മൗനി എന്ന് പറയാൻ പറ്റില്ല. അത് മറ്റാരുമല്ല, നമ്മുടെ തവന്നൂർ എം.എൽ.എ. ഇതപര്യന്തം അൻവറിൻ്റെ പിന്തുണക്കാരനുമായിരുന്ന
സാക്ഷാൽ കെ ടി ജലീലാണ്. വെറും കെ ടി ജലീലല്ല, ഡോക്ടർ കെ ടി ജലീൽ. അതേ അൻവറിനെ പോലെയല്ല, ചരിത്ര പണ്ഡിതനാണ്, ചരിത്ര അധ്യാപകനായിരുന്നു, ലോക സഞ്ചാരം നടത്തിയിട്ടുള്ള ആളാണ്. പല വിദേശ രാജ്യങ്ങളിലും പോയി. അൻവർ പോയിട്ടുണ്ട്, ഇല്ലെന്നല്ല പറഞ്ഞ്. ഇദ്ദേഹം സഞ്ചരിച്ച് കാഴ്ചകൾ കണ്ട് ബോധ്യപ്പെട്ട് ലോകപരിചയമുണ്ട്, ലോകചരിത്രം പഠിച്ചിട്ടുണ്ട്, ലോകചരിത്രം പഠിപ്പിച്ചിട്ടുണ്ട്. പണ്ഡിതനാണ്, ചിന്തകനാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ആളാണ്. ഏത് നിലയ്ക്കും യോഗ്യനാണ്. മുഖ്യമന്ത്രിയുമായിട്ട് വലിയ അടുപ്പമാണ്, അൻവറുമായിട്ട് വലിയ അടുപ്പമാണ്. ഇവർ തമ്മിലുള്ള ഈ മല്ലയുദ്ധ പോരാട്ടത്തിനിടയിൽ ജലീൽ എന്ത് നടപടി സ്വീകരിക്കും, ഏത് നിലപാട് സ്വീകരിക്കും എന്ന കാര്യത്തെപ്പറ്റി അറിയാൻ ജനങ്ങൾക്ക് വലിയ ഔത്സുക്യമുണ്ട്. ആ കാര്യം ജലീലിനും അറിയാം. അതുകൊണ്ട് ഒറ്റയടിക്ക് നിലപാട് വ്യക്തമാക്കാൻ അദ്ദേഹത്തെ ഏറെയില്ല. അദ്ദേഹം ഇപ്പോഴും പറയുന്നത് അൻവർ എൻ്റെ സുഹൃത്താണ്. അൻവറിൻ്റെ മിക്കവാറും ആരോപണങ്ങളോട് എനിക്ക് യോജിപ്പുണ്ട്. ADGP അജിത് കുമാറിനെ പറ്റി പറഞ്ഞത് വരെ എനിക്ക് യോജിപ്പാണ്. അതിന് ശേഷമുള്ള കാര്യത്തെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം തൽക്കാലം പറയാൻ നിവൃത്തിയില്ല. അന്വേഷണം നടക്കുന്നുണ്ടല്ലോ, അന്വേഷണം തീരട്ടെ. എന്ന് മാത്രമല്ല, ഒക്ടോബർ 2-ാം തീയതി അദ്ദേഹത്തിൻ്റെ ഏതോ പുസ്തക പ്രകാശനമുണ്ട്. അദ്ദേഹം നേരത്തെ മലബാർ കലാപത്തെക്കുറിച്ച് വലിയ ഗ്രന്ഥം രചിച്ചിട്ടുള്ള ആളാണ്. മലബാർ കലാപത്തെക്കുറിച്ച് പല ആളുകളും പല ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുണ്ടെങ്കിലും ഇദ്ദേഹത്തിൻ്റെ അത്ര അസംബന്ധ നിർഭരമായ ഒരു പുസ്തകം മലയാള ഭാഷയിൽ തന്നെ ലോക ചരിത്രത്തിൽ തന്നെ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അത്ര ഗംഭീരമായൊരു ഗ്രന്ഥം രചിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ പുതിയ ഗ്രന്ഥം ഗാന്ധി ജയന്തി ദിവസമായ ഒക്ടോബർ 2-ാം തീയതി വൈകുന്നേരം 4:30 മണിക്ക് പ്രകാശിപ്പിക്കുന്നുണ്ട്. അത് പ്രകാശിപ്പിച്ചതിന് ശേഷം അദ്ദേഹം നയം വ്യക്തമാക്കും. അദ്ദേഹം അൻവറിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ പിണറായി വിജയന് പിന്നെ ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും ഉണ്ടാകുക. നേരെ മറിച്ച് പിണറായി വിജയനൊപ്പമാണ് നിലയുറപ്പിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അൻവറിൻ്റെ ധാർമ്മികവും രാഷ്ട്രീയവും തത്വചിന്താപരവുമായ അടിത്തറയ്ക്ക് വലിയ ക്ഷതമേൽക്കും. രണ്ടായാലും ജലീലിൻ്റെ നിലപാട് എന്ന് വെച്ചാൽ ഒന്നൊന്നര നിലപാടായിരിക്കും. ആ നിലപാടിനനുസരിച്ചിട്ടായിരിക്കും ഭാവിയിൽ സാംസ്കാരിക കേരളം ഏത് ഭാഗത്ത് നിൽക്കണം എന്ന് തീരുമാനിക്കാൻ. അൻവർ അത് സസ്പെൻസിൽ നിർത്തിയിരിക്കുകയാണ്. ഒക്ടോബർ 2-ാം തീയതി പുള്ളി അൻവറിൻ്റെ കൂടെ നിൽക്കുമോ, അതോ നമ്മുടെ കാരണഭൂതൻ്റെ കൂടെ നിൽക്കുമോ, അതോ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ പോലെ നിഷ്പക്ഷനായിട്ട് നിലനിൽക്കുമോ, എന്ത് ചെയ്യുന്നു ആർക്കും ഒരു പിടിയില്ല. അതുകൊണ്ട് ഇത് ആലോചിച്ച് ഉറക്കമില്ലാത്ത രാത്രികളാണ് ഇനിയിപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കും പ്രതിപക്ഷക്കാരടക്കമുള്ള എല്ലാ നേതാക്കന്മാർക്കും സാംസ്കാരിക പ്രവർത്തകർക്കും ബുദ്ധിജീവികൾക്കും സാധാരണക്കാർക്കും പിന്നെ ഈ തർക്കത്തിൽ ആര് ജയിക്കും എന്നറിയാൻ ഔത്സുക്യമുള്ളവർക്കും എല്ലാവർക്കും ഉണ്ടാകാൻ പോകുന്നത്. എന്നാൽ ജലീൽ സാഹിബ് ഇങ്ങനെ ചെയ്തത് ശരിയായില്ല. ആ സസ്പെൻസ് അധികം വൈകിക്കാതെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് മനുഷ്യരെ സമാധാനിപ്പിക്കണം, സാന്ത്വനിപ്പിക്കണം എന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഏതായാലും സാഹിബിൻ്റെ നിലപാട് എന്ന് വെച്ചൊരു ഒന്നൊന്നര നിലപാടായിരിക്കും എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസത്തിനും ഇടയില്ല. അദ്ദേഹത്തിൻ്റെ പണ്ഡിതോചിതമായ നിഗമനത്തിനും വിശകലനത്തിനും വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കുന്നു. ഇതിന് ലാൽ സലാം പറയണോ അതോ അസ്സലാമു അലൈക്കും എന്ന് പറയണോ വേറെന്തെങ്കിലും പറയണോ എന്നറിയില്ല. അതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നല്ല നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.